എ വർഗീസിൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ് ചാപ്റ്റർ 13th ചാപ്റ്ററാണ്. അതിലെ പ്രോബ്ലം നമ്പർ 13.19, പ്രോബ്ലം നമ്പർ 13.20. ഇതിൻ്റെ ഒരു കമ്പാരിസണോ അതിൻ്റെ സൊല്യൂഷൻ സ്റ്റെപ്സോ ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുകയാണ് ഇവിടെ. തന്നിരിക്കുന്ന രണ്ട് ഫിഗർ കണ്ടാലും ആൻസർ ഇവിടെ വരച്ചിട്ടുണ്ട്. രണ്ട് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുന്നതിന് മുമ്പ് അതിൻ്റെ കാര്യങ്ങൾ പറയാം. രണ്ട് ഫിഗറിലും പെൻറ്റഗണൽ ടോപ്പ് വ്യൂ ആണ്, ഫ്രണ്ട് വ്യൂ ട്രയാങ്കിൾ ടൈപ്പാണ്, വിച്ച് മീൻസ് ഇത് പെൻറ്റഗണൽ പിരമിഡാണ്. അതുകൊണ്ടാണ് ഈ ടോപ്പ് വ്യൂവിൻ്റെ അകത്ത് ഈ സെൻറ്ററിലേക്കുള്ള റേഡിയൽ ലൈൻസ് എല്ലാം വന്നിരിക്കുന്നത്. അത് ആ ലാറ്ററൽ എഡ്ജസ് ആണ്. ബോട്ടമിലുള്ള എല്ലാ പോയിന്റിൽ നിന്നും ടോപ്പിലുള്ള അപ്പെക്സിലേക്കുള്ള ലാറ്ററൽ എഡ്ജസ്. അങ്ങനെ രണ്ട് ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും ഫസ്റ്റ് സെറ്റ് ഓഫ് ഫിഗർ നോർമൽ പൊസിഷനിൽ വരച്ചിരിക്കുന്നു. 40 mm സൈഡുള്ള പെൻറ്റഗൺ ബേസ് ആണ്. 40 mm സൈഡ് പെൻറ്റഗൺ ബേസ്, 70 mm ആണ് ആക്സിസ് ഹൈറ്റ്. 70 mm ആണ് ആക്സിസ് ഹൈറ്റ്. ഈ ഒരു ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരച്ചതിന് ശേഷം സെക്കൻഡ് സെറ്റ് ഫിഗർ നോക്കുക. രണ്ടും സിമിലറാണ്. ഇവിടെ നോക്കുക, ആക്സിസ് ലൈൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ആ ലൈനെ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആക്കിയിരിക്കുന്നു. അതിന് കറസ്പോണ്ടിങ് ടോപ്പ് വ്യൂ നമ്മൾ പഠിച്ചു വെച്ച പ്രൊസീജിയർ അനുസരിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെയും ആക്സിസിനെ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആക്കിയിരിക്കുന്നു. ഈ രണ്ട് കേസിലും സെയിം സെറ്റ് സ്റ്റെപ്സാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ സ്റ്റെപ്പിലും ഒരു വ്യത്യാസവുമില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് 30 ഡിഗ്രി എന്ന് പറയുന്ന ഒരു തീറ്റ ആംഗിളാണ്. ഇവിടെ പറയുന്നുണ്ട് ആക്സിസ് മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി വിത്ത് HP. ട്രൂ ആംഗിളാണ്, തീറ്റ ആംഗിളാണ്. അതാണ് ആക്സിസിന് അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യനിലും കണ്ടീഷൻ അത് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ ട്രൂ ആംഗിൾ ഈ ആക്സിസിന് അപ്ലൈ ചെയ്യാൻ പറ്റിയത്? ആക്സിസ് ട്രൂ ലെങ്തിൽ ഉള്ള ഡ്രോയിങ് ആണെങ്കിൽ മാത്രമേ അത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് O മുതലുള്ള ഈ ഡാഷ്ഡ് ലൈൻ വരച്ചിരിക്കുന്ന ആക്സിസ് ലൈൻ ഈ വെർട്ടിക്കൽ ആക്സിസ് ലൈൻ തന്നെയാണ്. അതിനെയാണ് ചെരിച്ച് വരച്ചിരിക്കുന്നത്. ഇത് 70 mm ഹൈറ്റാണ്. ഇവിടെ O⁻P എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. ഒരു ഡോട്ട് പോയിൻ്റ് ആണ്. ഈ ഡോട്ട് പോയിൻ്റ് കാണുന്ന ലൈൻ ഒബ്ജക്റ്റ് ഈ വ്യൂവിൽ ട്രൂ ലെങ്ത് തരുന്നു. അതുകൊണ്ടാണ് ഈ ട്രൂ ലെങ്ത് ഉള്ള ഈ ഒരു ആക്സിസിനെ ട്രൂ ആംഗിൾ തീറ്റ 30 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ രണ്ട് കേസിൽ. അതവിടെ സക്സസ്ഫുള്ളി ചെയ്തു. അതിൻ്റെ ടോപ്പ് വ്യൂ കണ്ടെത്തി. അതിനുശേഷം ടോപ്പ് വ്യൂവിൽ ഒരു ആംഗിൾ ഇവിടെ അപ്ലൈ ചെയ്യുകയാണ്. 5 ആംഗിൾ ഇവിടെ 45 അപ്ലൈ ചെയ്യാനാണ് ശ്രമിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുക, ആക്സിസിൻ്റെ ആ ഒരു ഭാഗം ഈ സെൻട്രൽ ലൈൻ പോലെയാണ് വരുന്നത്. കാരണം ഇവിടുത്തെ OP എന്ന് പറയുന്ന ഈ ഇൻക്ലൈൻഡ് ആക്സിസ് ഈ വ്യൂവിൽ OP എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ സെൻട്രൽ ലൈൻ പോലെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് XYക്ക് പാരലലാണ്. ടോപ്പ് വ്യൂവിൽ XYക്ക് പാരലൽ എന്ന് പറഞ്ഞാൽ VPക്ക് പാരലലാണ്. ഇവിടെ പറയുന്നുണ്ട് ആക്സിസ് മേക്കിംഗ് ആൻ ആംഗിൾ 45 ഡിഗ്രി വിത്ത് XY ലൈൻ. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ആക്സിസ് മേക്കിംഗ് ആൻ ആംഗിൾ 45 ഡിഗ്രി വിത്ത് VP. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ അകത്ത് 45 ഡിഗ്രി വിത്ത് XY ലൈനും രണ്ടാമത്തേൻ്റെ അകത്ത് പറയുന്നത് 45 ഡിഗ്രി വിത്ത് VP എന്നുമാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ എഴുതിയിരിക്കുന്ന ആ പ്രയോഗങ്ങൾ ഡിഫറൻ്റ് ആണ്. ഈ പ്രോബ്ലത്തിൽ ആക്സിസ് മേക്കിംഗ് ആൻ ആംഗിൾ 45 ഡിഗ്രി വിത്ത് XY ലൈൻ എന്നാണ്. ഇതാണ് XY ലൈൻ. ഇവിടെ ടോപ്പ് വ്യൂ ഓഫ് ആക്സിസ് അവൈലബിൾ ആണ്. അത് ജസ്റ്റ് 45 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്ത് വെച്ചിട്ട് റീഡ്രോ ചെയ്തിരിക്കുന്നു. പക്ഷേ ഇവിടുത്തെ കണ്ടീഷൻ ക്വസ്റ്റ്യൻ അടുത്ത പേജിലാണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യന് നിങ്ങളുടെ ബുക്കിൽ റെഫർ ചെയ്താൽ കിട്ടും. അടുത്ത പേജിൽ ആ ക്വസ്റ്റ്യൻ്റെ കണ്ടീഷൻ എഴുതിയിരിക്കുന്നത് ആക്സിസ് മേക്കിംഗ് ആൻ ആംഗിൾ 45 ഡിഗ്രി വിത്ത് VP എന്നാണ്. VP നമുക്ക് സംബന്ധിച്ച് ടോപ്പ് വ്യൂവിൽ XY ലൈനാണ്. XY ലൈൻ സ്റ്റാൻഡ്സ് ഫോർ VP ഇൻ ടോപ്പ് വ്യൂ. അപ്പോൾ VPയുമായിട്ട് 45 ഡിഗ്രി അപ്ലൈ ചെയ്യണമെങ്കിൽ ആ ആംഗിൾ 5 ആംഗിളാണ്. XYയുമായിട്ട് 45 ഡിഗ്രി അപ്ലൈ ചെയ്യണമെങ്കിൽ ആ ആംഗിൾ ബീറ്റ ആംഗിളാണ്. അപ്പോൾ ഇവിടുത്തെ 45 ഡിഗ്രി ബീറ്റ ആംഗിളാണ്. അത് ടോപ്പ് വ്യൂ ഓഫ് ആക്സിസിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ആംഗിൾ 5 ആംഗിളാണ്. ആംഗിൾ വിത്ത് VP ആണ് പറഞ്ഞിരിക്കുന്നത്. അത് ട്രൂ ആംഗിളാണ്. വിത്ത് HP എന്ന് പറയുന്നു, വിത്ത് VP എന്ന് പറയുന്നു ഒക്കെ റിയൽ റെഫറൻസ് സർഫസുമായിട്ട് കമ്പയർ ചെയ്ത് പറയുന്ന ആംഗിൾസാണ്. XY ലൈനുമായിട്ടല്ല. XY ലൈനായിട്ട് കമ്പയർ ചെയ്യുന്നത് ടോപ്പ് വ്യൂവിലെ ആംഗിളും ഫ്രണ്ട് വ്യൂവിലെ ആംഗിളും ഒക്കെയാണ്. VPയുമായിട്ട് HPയുമായിട്ടും കമ്പയർ ചെയ്യുന്ന പറയുന്നത് ടോപ്പ് വ്യൂവിലെയും ഫ്രണ്ട് വ്യൂവിലെ ആംഗിൾസ് അല്ല. നമ്മുടെ ക്വാഡ്രൻറ്റിൽ സ്പേസിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റ് ആ സ്പേസിൽ നിൽക്കുമ്പോൾ ആ സ്പേസിൻ്റെ ഗ്രൗണ്ടിലുള്ള HPയുമായിട്ടും ആ സ്പേസിലെ വോൾ പോലെ നിൽക്കുന്ന VPയുമായിട്ടും ഉണ്ടാക്കുന്ന റിയൽ ആംഗിൾസാണ് ട്രൂ ആംഗിൾസ്. അപ്പോൾ ഇവിടെ ആംഗിൾ 45 ഡിഗ്രി വിത്ത് VP എന്ന് ആക്സിസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു റിയൽ ആംഗിളിനെ കുറിച്ചാണ് സംസാരിച്ചിരിക്കുന്നത്. അത് വിത്ത് VP പറഞ്ഞ സ്ഥിതിക്ക് 5 ആംഗിളാണ്. അത് നമ്മൾ നോക്കേണ്ടതും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കേണ്ടതും ടോപ്പ് വ്യൂവിലാണ്. ആ സ്റ്റെപ്പിലാണ് ഇവിടെ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ 45 ഡിഗ്രി നമുക്ക് ഈ ടോപ്പ് വ്യൂ ഓഫ് OP ആക്സിസിന് ചെയ്യാൻ പറ്റില്ല. ട്രൂ ലെങ്ത് ഓഫ് ആക്സിസിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ട്രൂ ലെങ്ത് ആക്സിസ് ഇവിടെ 70 mm ഹൈറ്റിലുണ്ട്. 70 mm ലെങ്തിൽ 45 ഡിഗ്രിയിൽ ട്രൂ ലെങ്ത് ലൈൻ ഇവിടെ വരച്ചിരിക്കുന്നു. അതാണ് O2P1. അതിനുശേഷം ബോട്ടമിൽ ലോക്കസ് കണ്ടെത്തി. ആ ലോക്കസിലേക്ക് Pയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ അപ്പാരൻ്റ് ലെങ്തിൽ, അല്ലാതെ പ്രൊജക്റ്റഡ് ആക്സിസ് ലെങ്തിലുള്ള എന്ന് പറഞ്ഞാൽ ഈ Oയുടെ നേരെ താഴെയും Pയുടെ നേരെ താഴെയും ഇവിടെ P1 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ O1P1
ആ ഒരു ഡിസ്റ്റൻസ് എടുത്തിട്ട് ഈ ലോക്കസിലേക്ക് മാർക്ക് ചെയ്തിട്ട് ആക്സിസ് ഓഫ് ടോപ്പ് വ്യൂ ഓഫ് ആക്സിസ് ഇവിടെ കണ്ടെത്തിയിരിക്കുന്നു. ആ ടോപ്പ് വ്യൂ ഓഫ് ആക്സിസ് ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബാക്കി ഫിഗർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഡിഫറൻ്റ് ആയിട്ട് ഇവിടെ വന്നു, ഈ ഒരു സ്റ്റെപ്പ് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്തു. അത് തമ്മിലുള്ള വ്യത്യാസം ഈ ക്വസ്റ്റ്യൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലാണ്. 45 ഡിഗ്രി വിത്ത് എക്സ് വൈ ലൈൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ടോപ്പ് വ്യൂ ഓഫ് ആക്സിസ് മേക്കിംഗ് ആൻ ആംഗിൾ 45 ഡിഗ്രി വിത്ത് എക്സ് വൈ ലൈൻ. ആക്സിസിൻ്റെ ടോപ്പ് വ്യൂ എക്സ് വൈ ലൈനുമായിട്ട് 45 ഡിഗ്രി ആവുക എന്ന് പറഞ്ഞാൽ സിംപ്ലി ബീറ്റ ആംഗിളാണ്. ഇവിടെ ക്വസ്റ്റ്യനിൻ്റെ ലാസ്റ്റ് എൻഡിൽ എഴുതിയിരിക്കുന്നത് ആക്സിസ് ഈസ് മേക്കിംഗ് ആൻ ആംഗിൾ 45 ഡിഗ്രി വിത്ത് വി പി എന്നാണ്. അവിടെ ടോപ്പ് വ്യൂ ഓഫ് ആക്സിസിനെ ആംഗിൾ മെഷർ ചെയ്യുകയല്ല, റിയൽ ആക്സിസിൻ്റെ ആംഗിൾ റിയൽ വി പിയുമായിട്ട് മെഷർ ചെയ്ത് റിയൽ ആംഗിൾ 45 ഡിഗ്രിയാണ് പറഞ്ഞത്. അതുകൊണ്ട് ട്രൂ ലെങ്തിൽ 5 അപ്ലൈ ചെയ്തിട്ട് ലോക്കസ് കണ്ടുപിടിക്കുകയും അവിടെ അപ്പാരൻ്റ് ഓർ പ്രൊജക്റ്റൽ ലെങ്തിലുള്ള ആക്സിസ് വരച്ച് അതിന് ചുറ്റിനും ആ ഒബ്ജക്റ്റിൻ്റെ കംപ്ലീറ്റ് ഡ്രോയിങ് വരച്ചിട്ടാണ് ഫർദർ പ്രൊസീഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം കൂടെ ഒന്ന് സോൾവ് ചെയ്ത് കാണിക്കാം. ഇവിടെ 5 ആംഗിൾ ട്രൂ ആയിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നു, അപ്പാരൻ്റ് ലെങ്ത് അപ്ലൈ ചെയ്ത് ബീറ്റ ആംഗിൾ കണ്ടെത്തിയിരിക്കുന്നു. ഞാൻ വേണമെങ്കിൽ ഈ ഫിഗർ ഒന്ന് മറ്റൊരു സ്റ്റൈലിൽ വരയ്ക്കാം. എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് വി പിയിൽ റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ തുടങ്ങുകയാണ്. ഇത് ഒബ്ജക്റ്റ് എച്ച് പിയിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യം വരച്ചത് ടോപ്പ് വ്യൂ, ദെൻ ഫ്രണ്ട് വ്യൂ വരച്ചു. ഫ്രണ്ട് വ്യൂവിന് തീറ്റ ആംഗിൾ അപ്ലൈ ചെയ്ത് ഇൻക്ലൈൻഡ് ആക്കി, ദെൻ ടോപ്പ് വ്യൂ കണ്ടെത്തി. അതിനുശേഷം 5 റിയൽ ആംഗിൾ അപ്ലൈ ചെയ്തുകൊണ്ട് ബീറ്റ ആംഗിൾ കണ്ടെത്തുകയും ഈ ടോപ്പ് വ്യൂ റീകൺസ്ട്രക്ട് ചെയ്യുകയും ചെയ്തു. ദെൻ ഫൈനൽ ഫ്രണ്ട് വ്യൂ പൊസിഷൻ കണ്ടെത്തി. ഞാൻ ഇനി തിരിച്ചാണ് ചെയ്യുന്നത്. ഒബ്ജക്റ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ വി പി ആൻഡ് ദി കണ്ടീഷൻസ് ആർ സെയിം. അപ്പോൾ ഞാൻ ഫ്രണ്ട് വ്യൂവിൽ സ്റ്റാർട്ട് ചെയ്യും, ഇവിടെ ടോപ്പ് വ്യൂ വരയ്ക്കും, ടോപ്പ് വ്യൂവിൽ ആംഗിൾ അപ്ലൈ ചെയ്യും, ദെൻ ഇതിലേക്ക് ഫ്രണ്ട് വ്യൂവിലേക്ക് എത്തും, ഫ്രണ്ട് വ്യൂവിൽ ആംഗിൾ അപ്ലൈ ചെയ്യും, ദെൻ ഇതിലേക്ക് എത്തും. അങ്ങനെയാണ് ഞാൻ പ്രൊസീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നോക്കുക. ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് നമ്മൾ നേരത്തെ ഉദ്ദേശിച്ച രീതിയിലേക്കൊന്ന് മാറ്റി എഴുതി. പെൻറ്റഗണൽ പിരമിഡ് തന്നെ, അതിൻ്റെ പെൻറ്റഗൺ ബേസിൻ്റെ സൈസ് ഒരു സൈഡ് 40 മില്ലിമീറ്റർ, ആക്സിസ് 70 മില്ലിമീറ്റർ. അപ്പോൾ സെയിം ഡയമെൻഷനാണ്. ഇനി കണ്ടീഷൻസിൽ വീണ്ടും ഒരു സിമിലാരിറ്റി ഉണ്ട്. ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജസ്. ഇപ്പോൾ ബേസിൽ 5 സൈഡാണ്. അപ്പോൾ നമ്മളൊരു പെൻറ്റഗൺ വരച്ചാൽ ഏതാണ്ട് ഇങ്ങനെ ഇരിക്കും. ഈ 1 2 3 4 5 പേരിട്ടാൽ 1 2 3 4 5 എന്ന് കോർണറിൻ്റെ പേരിടാം. ഇതിലെ 5 കോർണറുകളും 5 എഡ്ജസും ഇതിനുണ്ട്. 1 2 ഒരു എഡ്ജാണ്, 2 3 ഒരു എഡ്ജാണ്, 3 4 4 5 ഇതാണ് 5 എഡ്ജസ്. 1 2 3 4 5 എന്ന് പറയുന്ന 5 കോർണേഴ്സാണ്. ഇവിടെ പറയുന്നത് ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ്. കോർണറല്ല, ഒരു എഡ്ജിലാണ്. മേ ബി ഇൻ 1 5 അല്ലെങ്കിൽ 1 2 ഏതോ ഒരു എഡ്ജിൽ ഇത് റെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ വേണം നമ്മളിതിനെ മനസ്സിലാക്കാൻ. അങ്ങനെ റെസ്റ്റ് ചെയ്യുമ്പോൾ ആക്സിസ് ഈസ് മേക്കിംഗ് 30 ഡിഗ്രി വിത്ത് വി പി. അതായത് 5 ആംഗിൾ 30 ഡിഗ്രി ആർക്ക്? ആക്സിസിന്. ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ആക്സിസ് ട്രൂ ലെങ്തിലാണെങ്കിൽ, ഡ്രോയിങ്ങിൽ ട്രൂ ലെങ്തിലുള്ള ആക്സിസ് ആണെങ്കിൽ മാത്രമേ ഈ വി പിയുമായിട്ടുള്ള 5 ആംഗിൾ അവിടെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവും. വീണ്ടും പറയുന്നുണ്ട് ആക്സിസ് മേക്കിംഗ് ആണെങ്കിൽ 45 ഡിഗ്രി വിത്ത് എച്ച് പി. ആ സമയത്ത് അവിടെ അപ്ലൈ ചെയ്യേണ്ട ആക്സിസ് ആ ഫ്രണ്ട് വ്യൂവിൽ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. എച്ച് പിയുമായിട്ടുള്ള ആംഗിളാണ്, തീറ്റ ആംഗിളാണിത്. അപ്പോൾ ഈ ഒരു ആംഗിൾ അപ്ലൈ ചെയ്യുമ്പോഴും ആക്സിസിന് ട്രൂ ലെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഡ്രോയിങ്ങിലും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ സാധ്യതകൾ പരിശോധിച്ചിട്ട് നമ്മൾ അതിനനുസരിച്ച് അപര്യാപ്തമാണെങ്കിൽ അതിന് പര്യാപ്തമായ രീതിയിൽ തീറ്റയെ ആൽഫയാക്കി കൺവേർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഫൈനെ ബീറ്റയാക്കി കൺവേർട്ട് ചെയ്യുകയോ വേണം. തീറ്റയുടെ പ്രൊജക്റ്റഡ് ആംഗിൾ ആൽഫയാണ്, ഫൈയുടെ പ്രൊജക്റ്റഡ് ആംഗിൾ ബീറ്റയാണ്. അപ്പോൾ തീറ്റയോ ഫൈയോ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന ആംഗിൾസ് ആൽഫയും ബീറ്റയുമാണ്. അതാണ് ഡ്രോയിങ്ങിൽ കാണുന്ന ആംഗിൾസ്. തീറ്റയും ഫൈയും ഡ്രോയിങ്ങിൽ കാണുന്ന ആംഗിളല്ല, റിയൽ സ്പേസിൽ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആംഗിളാണ്. നമ്മൾ അതിൻ്റെ റിഫ്ലക്ഷൻസ് ഓൺ ഹൊറിസോണ്ടൽ സർഫസും വെർട്ടിക്കൽ സർഫസും അല്ലെങ്കിൽ ഷാഡോസ്, ആ ഇമേജസ് ആണ് നമ്മൾ വരയ്ക്കുന്ന ഡ്രോയിങ്സ്. ആ ഇമേജസിൽ അതിന് തുല്യമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യപ്പെടുന്ന ആംഗിൾസ് ആൽഫയും ബീറ്റയുമാണ്. അപ്പോൾ ഡയറക്റ്റ് തീറ്റയും ഫൈയും അപ്ലൈ ചെയ്യാമോ ഇല്ലയോ എന്നുള്ള സാധ്യത പരിശോധിക്കുക. പറ്റുമെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ അതിനെ ആൽഫയിലേക്കോ ബീറ്റയിലേക്കോ മാറ്റി അതിൻ്റെ പ്രോപ്പറായ രീതി ഉപയോഗിച്ച് ചെയ്യുക. ആ മാറ്റാനുള്ള മെത്തേഡ് നമ്മൾ പ്രൊജക്ഷൻ ഓഫ് ലൈനിൽ റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡിൽ പഠിച്ച ഐഡിയ ആണ്. അപ്പോൾ ഇത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ എല്ലാ ആവശ്യമുള്ളവർ നോട്ട് ഡൗൺ ചെയ്യുക. പെൻറ്റഗൺ ആണ് ഷേപ്പ്. ഇതിൽ മറ്റൊന്നും കൂടെ പറഞ്ഞോട്ടെ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു പെൻറ്റഗൺ ഇങ്ങനെ വരയ്ക്കുന്നു, പേരിട്ടു 1 2 3 4 5. പെൻറ്റഗൺ പിരമിഡ് ആണെങ്കിൽ ഈ സെൻറ്ററിലേക്കുള്ള ഈ ലൈനുകളൊക്കെ വരും. അപ്പോൾ നടുക്കുള്ള പേര് വരിക O6. ഇവിടെ XY ലൈൻ വരയ്ക്കുന്നു, ഇവിടെ പ്രൊജക്റ്റ് ചെയ്യുന്നു, ഇതിനെ പ്രൊജക്റ്റ് ചെയ്യുന്നു, ഇവിടെ പ്രൊജക്റ്റ് ചെയ്യുന്നു, ഇതെല്ലാം മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ട്രയാങ്കിൾ ഉണ്ടാവണം.
ട്രയാങ്കിൾ ഉണ്ടാകുന്ന ആക്സിസിന് നേരെ മുകളിലാണ് അപ്പെക്സ് വരിക. ആക്സിസിന് മുകളിൽ ഇവിടെ O' വരും, ഇവിടെ അത് അവസാനിക്കും ട്രയാങ്കിൾ. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെയും ഒരു O3 ലൈൻ ഉണ്ട്. അതിൻ്റെ ബേസിൽ ആ പോയിൻറ്റുകളൊക്കെ 1' ഇവിടെ വരും, ബ്രാക്കറ്റ് 2' വരും. കാരണം രണ്ടും തിരിച്ചാണ്. 2' ബ്രാക്കറ്റ് 1' എന്ന് ഇവിടെ നെയിം വരും. ഇവിടെയാണെങ്കിൽ 3' നടുക്ക് വരും. പിന്നെ അതിൻ്റെ പുറകിൽ ആക്സിസിൻ്റെ ബോട്ടം പോയിൻറ്റ് 6' ഉണ്ട്. മറ്റൊരു സാധ്യതയുള്ളത് ഈ 4' ഇവിടെ വരും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ അതിൽ ഞാൻ പറയാൻ വന്നത്, ഈ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ടിൽറ്റ് ചെയ്താൽ നോക്കുക, അടിയിലൊരു 4' മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ ഒരു 4 ആണ് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഒബ്ജക്റ്റിനെ ലെഫ്റ്റ് സൈഡിലേക്ക് ടിൽറ്റ് ചെയ്താൽ ഇവിടെ നോക്കുക, 1' 2' ആണ് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നത്. വിച്ച് മീൻസ് ഈ ഒരു ബേസ് എഡ്ജാണ്. അപ്പോൾ പെൻറ്റഗണൽ പിരമിഡ് നമ്മൾ ടിൽറ്റ് ചെയ്ത് ഗ്രൗണ്ടിൽ ഒരു കോർണറോ അല്ലെങ്കിൽ ഒരു എഡ്ജോ ടച്ച് ചെയ്യുന്ന രീതിയിൽ നിർത്താൻ പറ്റും. ഇപ്പോൾ ഈ പെൻറ്റഗണിൻ്റെ ഒരു സൈഡ് ഫ്ലാറ്റ് എഡ്ജ് വരുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയഗണലി ഓപ്പോസിറ്റ് കോർണറാണ് വരുന്നത്. അതുകൊണ്ട് ഒരു സൈഡിലേക്കുള്ള ടിൽറ്റിങ്ങിൽ കോർണർ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുമ്പോൾ അതർ സൈഡിലേക്കുള്ള ടിൽറ്റിങ്ങിൽ എഡ്ജാണ് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നത്. നമുക്കിവിടെ വേണ്ടത് ബേസ് എഡ്ജ് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യണം. അപ്പോൾ ഈ ഒരു ടോപ്പ് വ്യൂ വരയ്ക്കുന്ന ഒരാൾ ലെഫ്റ്റിലോട്ട് ടിൽറ്റ് ചെയ്താലേ അത് സാധിക്കുകയുള്ളൂ. അപ്പോൾ അയാൾക്ക് റൈറ്റിലോട്ട് ടിൽറ്റ് ചെയ്യുമ്പോൾ ബേസ് എഡ്ജ് വരണം എന്നുണ്ടെങ്കിൽ ഈ കോർണർ അല്ല ഇവിടെ വരേണ്ടത്, ഈ എഡ്ജ് ഇവിടെ വരണം. ഇതിനെ കംപ്ലീറ്റ് റൊട്ടേറ്റ് ചെയ്തിട്ട് വരയ്ക്കണം. വേറെ രീതിയിൽ കാണിച്ചാൽ ഇവിടെ ആ ബേസ് എഡ്ജ് ആദ്യം വരയ്ക്കുകയും ദെൻ പെൻറ്റഗണൽ ടോപ്പ് വ്യൂ ഡെവലപ്പ് ചെയ്യുകയും വേണം. അപ്പോൾ റൈറ്റിലേക്ക് ടിൽറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റിൽ ഈ ഒരു എഡ്ജ് ഇവിടെ അത് ഇങ്ങനെ എന്തെങ്കിലും ഡബിൾ നെയിം ആയിരിക്കും വരിക. അപ്പോൾ ഈ ഒരു എഡ്ജ് 4-3 എഡ്ജ് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നതായിരിക്കും റൈറ്റിലോട്ട് ടിൽറ്റ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ രീതിയിൽ വലതുവശത്ത് ഈ എഡ്ജ് കിട്ടുന്ന രീതിയിൽ ടോപ്പ് വ്യൂ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ പെൻറ്റഗണ് ഒരുപാട് ഓറിയൻറ്റേഷൻസ് ഉണ്ട്. നമുക്ക് പെൻറ്റഗൺ ഇങ്ങനെ വരയ്ക്കാം, തിരിച്ച് പെൻറ്റഗൺ ഇങ്ങനെ വരയ്ക്കാം. ഇനി അടിയിൽ ഹൊറിസോണ്ടൽ വന്ന് മുകളിൽ കോർണർ വരുന്ന രീതിയിൽ പെൻറ്റഗൺ വരയ്ക്കാം, അല്ലെങ്കിൽ മുകളിൽ ഹൊറിസോണ്ടൽ വന്ന് അടിയിൽ കോർണർ വരുന്ന രീതിയിൽ പെൻറ്റഗൺ വരയ്ക്കാം. പല പല ഓറിയൻറ്റേഷൻസാണ് ഇതിൽ. ഈ ഓറിയൻറ്റേഷനിൽ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എഡ്ജ് ടച്ച് ചെയ്യും, റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കോർണർ ടച്ച് ചെയ്യും. ഇതിലാണെങ്കിലോ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എഡ്ജ് ടച്ച് ചെയ്യും ഗ്രൗണ്ടിൽ, ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്താലേ കോർണർ ടച്ച് ചെയ്യുള്ളൂ. ഇതിലാണെങ്കിലോ ലെഫ്റ്റിലോട്ട് ടിൽറ്റ് ചെയ്യുമ്പോൾ കോർണർ ടച്ച് ചെയ്യും, റൈറ്റിലോട്ട് ടിൽറ്റ് ചെയ്യുമ്പോഴും കോർണർ ടച്ച് ചെയ്യും. ഇതിലാണെങ്കിലോ ലെഫ്റ്റിലോട്ട് ടിൽറ്റ് ചെയ്യുമ്പോൾ കോർണർ ടച്ച് ചെയ്യും, റൈറ്റിലോട്ട് ടിൽറ്റ് ചെയ്യുമ്പോഴും കോർണർ ടച്ച് ചെയ്യും. ഇവിടെ ഒരു എഡ്ജ് ടച്ച് ചെയ്യണമെങ്കിൽ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ അല്ല ടിൽറ്റ് ചെയ്യേണ്ടത്, മുമ്പോട്ടോ പുറകോട്ടോ ടിൽറ്റ് ചെയ്യണം. അപ്പോൾ മുമ്പോട്ട് ടിൽറ്റ് ചെയ്താൽ എഡ്ജ് ടച്ച് ചെയ്യും, ബാക്കിലേക്ക് ടിൽറ്റ് ചെയ്താൽ കോർണർ ടച്ച് ചെയ്യും. ഇവിടെ മുമ്പോട്ട് ടിൽറ്റ് ചെയ്താൽ കോർണർ ടച്ച് ചെയ്യും, ബാക്കിലേക്ക് ടിൽറ്റ് ചെയ്താൽ എഡ്ജ് ടച്ച് ചെയ്യും. ഇതാണ് ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷനിൽ നമ്മൾ ഒരു ആംഗിൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ. നമ്മൾ മുമ്പോട്ടോ പുറകോട്ടോ ആംഗിൾ അപ്ലൈ ചെയ്തുകൊണ്ട് ചിരിക്കാറില്ല. നമ്മൾ ഇടത്തോട്ടോ വലത്തോട്ടോ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ആണ് നമ്മൾ ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യാറ്. അപ്പോൾ നമുക്കെപ്പോഴും സാധാരണ കടന്നു വരുന്ന ഓറിയൻറ്റേഷൻസ് ഇത് രണ്ടുമാണ്. അപ്പോൾ അതിൽ നമ്മുടെ ഈ പ്രോബ്ലത്തിന് ഇത് സ്യൂട്ടാവില്ല. ഇതെടുത്താൽ ലെഫ്റ്റിലേക്ക് ടിൽറ്റ് ചെയ്യേണ്ടി വരും, ഇതെടുത്താൽ റൈറ്റിലേക്ക് ടിൽറ്റ് ചെയ്തുകൊണ്ട് പ്രൊസീഡ് ചെയ്യുക. അങ്ങനെ ഉദ്ദേശിക്കുന്ന ആൾ ഇതെടുക്കുക, ലെഫ്റ്റിലോട്ട് ടിൽറ്റ് ചെയ്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾ ഇതെടുക്കുക. ഏത് വേണേലും എടുക്കാം, ഒരു കുഴപ്പവുമില്ല. നമ്മളെപ്പോഴും ഫെമിലിയറൈസ് ചെയ്യപ്പെടുന്നത് റൈറ്റിലോട്ട് ടിൽറ്റ് ചെയ്തുള്ള ഒരു പ്രൊസീഡിങ് സ്റ്റെപ്സ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ ഒരു പെൻറ്റഗണൽ ടോപ്പ് വ്യൂ, അതായത് ഇവിടെ വരച്ചിരിക്കുന്ന ഈ ഒരു പെൻറ്റഗണൽ ടോപ്പ് വ്യൂ ആണ് സെലക്ട് ചെയ്ത് പ്രൊസീഡ് ചെയ്യുന്നത്. ക്വസ്റ്റ്യനിൽ വൺ ഓഫ് ദി ബേസ് എഡ്ജ് അത് ടച്ച് ചെയ്തിരിക്കുന്ന സർഫസ് വി പി ആയിട്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. അപ്പോൾ വി പിയിലുള്ള ആ ഒരു ഇമേജിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ പെൻറ്റഗണൽ പിരമിഡ് അതിൻ്റെ ബേസ് പെൻറ്റഗൺ സർഫസ് വി പിയിൽ വെർട്ടിക്കൽ വോളിൽ നമ്മൾ പേസ്റ്റ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ അതിൻ്റെ അപ്പെക്സിലേക്ക് വരുന്ന ലാറ്ററൽ സർഫസുകൾ, ആ കോർണർ ചെയ്ത് വരുന്ന ആ ഒരു ഭാഗം വോളിൽ നിന്നും പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ കൺമുന്നിൽ നിൽക്കുന്നു. നമ്മൾ അതിലേക്ക് നേരെ നോക്കുന്നു. നമ്മളതിൻ്റെ കൂർത്ത് നിൽക്കുന്ന അപ്പെക്സ് കാണും. ആ അപ്പെക്സിനപ്പുറം ഭിത്തിയിൽ ചേർന്ന് ഒട്ടിയിരിക്കുന്ന പെൻറ്റഗണൽ ബേസ് എഡ്ജസ് കാണും. അപ്പോൾ നമ്മൾ ആ കാണുന്ന ഫ്രണ്ട് വ്യൂ ആ പെൻറ്റഗൺ ആണ്. അതിൻ്റെ നടുക്ക് ആ അപ്പെക്സും ആ പെൻറ്റഗണിൻ്റെ 5 കോർണറിൽ നിന്നും അപ്പെക്സിലേക്ക് വരുന്ന ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലാറ്ററൽ എഡ്ജസും കാണും. അതാണ് ഞാനിവിടെ അപ്പെക്സ് O എന്നും മാർക്ക് ചെയ്യുന്നു. ബ്രാക്കറ്റിൽ 6 എന്നും പേര് എഴുതിയിട്ടുണ്ട്, O'6'. ഇതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. പെൻറ്റഗണിൻ്റെ 5 കോർണർ 1 2 3 4 5, അതിൻ്റെ അപ്പെക്സ് O', ആ O' അങ്ങേയറ്റത്ത്
ആക്സിസിൻ്റെ അതർ എൻഡ് ഉണ്ട്. ആ അതർ എൻഡ് പെൻറ്റഗൺ ബേസിൻ്റെ സെൻറ്ററാണ്. അത് നമുക്ക് കാണത്തില്ല. അത് വാളിൽ ചേർന്ന് ഒട്ടി നിൽക്കുന്ന പെൻറ്റഗൺ ബേസിൻ്റെ സെൻറ്റർ പോയിൻ്റാണ്, ജോമെട്രിക്കൽ സെൻറ്ററാണ്. അതാണ് ബ്രാക്കറ്റ് ഇട്ട് 6 എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. ഇതാണ് തന്നിരിക്കുന്ന അളവ് ഉപയോഗിച്ച് നമുക്ക് വരയ്ക്കാവുന്ന ആ ഒരു ഡ്രോയിങ്. ഈ ഫ്രണ്ട് വ്യൂ ആണ്. വി പിയിൽ ടച്ച് ചെയ്തിരിക്കുന്ന ഒരു ഡ്രോയിങ് നമുക്ക് വി പിയിലുള്ള ഇമേജിൽ സ്റ്റാർട്ട് ചെയ്യാം. അതാണ് അത് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ഒരു ക്ലൂ. അത് ഫ്രണ്ട് വ്യൂ ആണ്. എച്ച് പിയിൽ ടച്ച് ചെയ്തിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് എച്ച് പിയിലെ ഇമേജിൽ സ്റ്റാർട്ട് ചെയ്യാം, അതായത് ടോപ്പ് വ്യൂ. അപ്പോൾ നമ്മളിവിടെ വി പി ഇമേജാണ് ഫ്രണ്ട് വ്യൂവിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് വ്യൂ വരച്ച് കഴിഞ്ഞാൽ താഴേക്ക് പ്രൊജക്റ്റ് ചെയ്ത് ടോപ്പ് വ്യൂ കണ്ടെത്തണം. നമ്മൾ നേരത്തെ ടോപ്പ് വ്യൂ വരച്ചിട്ട് മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്ത് ഫ്രണ്ട് വ്യൂ കണ്ടെത്തുന്നത് പോലെ തന്നെ ആ ടോപ്പ് വ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും എക്സ് ലൈനിൽ നിന്ന് താഴേക്ക് ഹാങ് ചെയ്യുന്ന രീതിയിലാണ്. കാരണം വോളിൽ പേസ്റ്റ് ചെയ്തിരിക്കുന്ന, വോളിൽ ചേർന്നിരിക്കുന്ന ഒബ്ജക്റ്റാണ്. അപ്പോൾ വോളിൽ നിന്നാണ് അതിൻ്റെ ഇമേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ടോപ്പ് വ്യൂ ഇമേജ്. അപ്പോൾ ടോപ്പ് വ്യൂ സൈഡ് ഈ ബോട്ടം സൈഡാണ്. എക്സ് വൈ എന്ന് പറയുന്നത് ടോപ്പ് വ്യൂവിൽ ഈ വെർട്ടിക്കൽ വോളാണ്. അപ്പോൾ നമുക്ക് വെർട്ടിക്കലി നിൽക്കുന്ന ഈ സ്കെയിലിൻ്റെ ടോപ്പ് എഡ്ജാണ് നമ്മൾ കാണുന്നത്. ഈ സ്കെയിലിൻ്റെ ഫ്ലാറ്റ് സർഫസ് കാണുന്നില്ല. അത് വെർട്ടിക്കലി ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പ് എഡ്ജാണ് കാണുന്നത്. ആ ടോപ്പ് എഡ്ജിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഈ എക്സ് വൈ ലൈൻ. അപ്പോൾ ടോപ്പ് വ്യൂവിൽ എക്സ് വൈ ലൈൻ വി പി ആണ്. അപ്പോൾ ആ വി പിയിൽ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒബ്ജക്റ്റ് വി പിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഇമേജായിട്ട് വേണം നമ്മൾ വരയ്ക്കാൻ. അപ്പോൾ ഈ ഫ്രണ്ട് വ്യൂവിൻ്റെ എല്ലാ പോയിൻറ്റ്സിനെയും താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. ആ ഒരു ടോപ്പ് വ്യൂ ഓഫ് പെൻറ്റഗണൽ പിരമിഡ് കണ്ടുപിടിക്കുക. അതൊരു ട്രയാങ്കിൾ കോമ്പിനേഷനാണ്. ഏത് പിരമിഡും ട്രയാങ്കിളാണ് ഒരു സൈഡിലുള്ള ഇമേജ്. അപ്പോൾ അത് പ്രൊജക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഞാൻ ബേസ് എക്സ് വൈ ലൈൻ വരെ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. അപ്പെക്സ് മാത്രം അതിൻ്റെ ഫർദർ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം അതിന് ആക്സിസ് ലെങ്ത് അപ്ലൈ ചെയ്യാം. അത് എക്സ് വൈയിൽ സ്റ്റാർട്ട് ചെയ്യും, അപ്പെക്സിൻ്റെ ഓയിൽ അവസാനിക്കുകയും ചെയ്യും. ഇനി 5-2 ഒരുമിച്ച് വേണം പ്രൊജക്റ്റ് ചെയ്യാൻ. കാരണം വെർട്ടിക്കലി പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അത് ഒന്നിച്ചാണ് വരുന്നത്. അതും എക്സ് വൈ ലൈൻ വരെ മതി. 1' അതും എക്സ് വൈ ലൈൻ വരെ മതി. കാരണം 1 2 3 4 5 എന്ന് പറയുന്ന ഈ 5 പോയിൻറ്റ്സ് വി പിയിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന പോയിൻറ്റ്സാണ്. വിച്ച് മീൻസ് എക്സ് വൈയിൽ നിൽക്കേണ്ട പോയിൻറ്റ്സാണ്. അപ്പോൾ ഫ്രണ്ട് വ്യൂവിന് വേണ്ടി ആ പോയിൻറ്റ്സ് ഒന്ന് നെയിം ചെയ്യുകയാണ് ഇപ്പോൾ തന്നെ. 1' വോളിൽ 1 ആണ്. 2' 5' മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ആദ്യം കാണുന്ന 5' ദെൻ 2' ആണ്. അതുകൊണ്ട് ഞാൻ ഈ 2' ഇതിൻ്റെ ഇൻസൈഡിലൊന്ന് മാറ്റി എഴുതുന്നു. ഇവിടെ 5 ബ്രാക്കറ്റ് 2 എന്ന് വേണം എഴുതാൻ. ടോപ്പ് വ്യൂവിലെ ആ ക്രമം അതാണ്. മുകളിൽ നോക്കുമ്പോൾ ആദ്യം 5 കാണും, ദെൻ 2 കാണും. ഇനി 4 3 അതുപോലെ തന്നെയാണ്. ഇവിടെ അത് 4 ബ്രാക്കറ്റ് 3 ആണ്. അപ്പോൾ പോയിൻറ്റ്സ് അത്രയും മാർക്ക് ചെയ്തു. ഇനി ഈ അപ്പെക്സിൽ നിന്ന് താഴേക്ക് പ്രൊജക്റ്റ് ചെയ്തതിൽ ഇവിടെയാണ് ഓ വരിക. അത് ആക്സിസിൻ്റെ ഒരു എൻഡ്, ആക്സിസിൻ്റെ അതർ എൻഡ് വോളിലാണ്, അതായത് എക്സ് വൈ ലൈനിലാണ്. ഇവിടെയാണ് അത് ഈ 6 ആണ്. അപ്പോൾ ആ വോളിലുള്ള പോയിൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്തു. ഇനി ആക്സിസ് ലെങ്ത് എത്രയാണോ ക്വസ്റ്റ്യൻ പറയുന്നത് ആ വാല്യൂ നമ്മൾ അപ്ലൈ ചെയ്യുക. അത് ഞാൻ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഇത്രത്തോളം ഉണ്ടെന്ന് ഞാനങ്ങ് അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് അതങ്ങ് ജോയിൻ ചെയ്യുന്നു. ആ ട്രയാങ്കിൾ ഫോം ചെയ്യുകയാണ്. കൂടാതെ ഈ O2 O5 ആ ലാറ്ററൽ എഡ്ജിൻ്റെ ലൈനും വരണം. ഇത് വരച്ചാലേ O2 ആവുകയുള്ളൂ. ഓയിൽ നിന്ന് 2ലേക്ക്, അതോ ഓയിൽ നിന്ന് 5ലേക്കും കൂടിയാണ്. രണ്ടിനും കൂടെ ആ ഒരൊറ്റ ലൈനാണ്. ഇവിടെയാണ് O വരുന്നത്. ഇത് നമ്മുടെ ആക്സിസ് ആണ്. ആക്സിസിന് വേണമെങ്കിൽ ഇവിടെ ആക്സിസ് ലൈൻ തന്നെ കാണിക്കാം. അവിടെ ഒരു ലാറ്ററൽ എഡ്ജ് കടന്നു വരുന്നില്ല. 6 എന്ന് പറയുന്ന ആക്സിസിൻ്റെ പോയിൻ്റാണ്. അപ്പോൾ O6 ആക്സിസ് ആണ്. അത് O'6' ഇവിടെ ഡോട്ട് പോയിൻ്റായിട്ട് കാണിച്ചിരിക്കുന്നു. ഇനി വി പിയിൽ വോളിൽ ടച്ച് ചെയ്തിരിക്കുന്ന ബേസ് എക്സ് വൈ ലൈനിന് മുകളിൽ കൂടി ഒന്നുകൂടെ വരയ്ക്കണം. അപ്പോൾ ഇവിടെ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ആക്സിസ് ലെങ്ത് ആണ്. ഇനി ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ആക്സിസിന് 2 ആംഗിൾ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒന്ന് എച്ച് പിയുമായിട്ട് 30 ഡിഗ്രി തീറ്റ ആംഗിൾ. 2 വി പിയുമായിട്ട് 45 ഡിഗ്രി ഫൈ ആംഗിൾ. നമ്മൾ ഫ്രണ്ട് വ്യൂ വരച്ചു, ടോപ്പ് വ്യൂവിലെത്തി. ഈ ടോപ്പ് വ്യൂവിനെയാണ് ഇനി റൊട്ടേറ്റ് ചെയ്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് പ്രൊസീഡ് ചെയ്യുക. ടോപ്പ് വ്യൂവിൽ അപ്ലൈ ചെയ്യേണ്ടത് വി പിയുമായിട്ട് കമ്പയർ ചെയ്യപ്പെടുന്ന ആംഗിളാണ്, ഈ 5 ആംഗിളാണ്. അപ്പോൾ 45 ഡിഗ്രി ഇവിടെ അപ്ലൈ ചെയ്യാമോ എന്നാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. അത് അപ്ലൈ ചെയ്യേണ്ടത് ആക്സിസിനാണ്. അപ്പോൾ ഇവിടുത്തെ ആക്സിസ് എന്താണ്? O6. അത് റിയൽ ആണോ, ട്രൂ ലെങ്ത് ആണോ? നമുക്കറിയാം ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ആക്സിസ് ലെങ്ത് തന്നെയാണ് ഇത് വരച്ചിരിക്കുന്നത്. ഗ്രാഫിക്കലി അത് വെരിഫൈ ചെയ്യാൻ ഇവിടെ നോക്കിയാൽ മതി. O6 ഇവിടെ ഒരു ഡോട്ട് പോയിൻ്റ് ആണ്. O6 ഒരു ഡ്രോയിങ്ങിൽ ഡോട്ട് പോയിൻ്റ് ആണെങ്കിൽ അതിൻ്റെ പെയർ ഡ്രോയിങ്ങിൽ O6 ട്രൂ ലെങ്ത് തരും. അപ്പോൾ ഇതൊരു ട്രൂ ലെങ്ത് ലൈൻ തന്നെയാണ്. അത് കംപ്ലീറ്റ് ലെങ്ത് നമുക്കറിയാം. അത് അപ്ലൈ ചെയ്തിപ്പോൾ വരച്ചതേ ഉള്ളൂ. അതുകൊണ്ട് ഈ O6 ആക്സിസിനെ നമുക്ക് റിയൽ 5 ആംഗിൾ 45ൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ റീഡ്രോ ചെയ്യാൻ പറ്റും.
ഇത് ടോപ്പ് വ്യൂ സൈഡാണ്. ടോപ്പ് വ്യൂവിൽ അപ്ലൈ ചെയ്യേണ്ടത് എപ്പോഴും 5 ആംഗിളാണ്. അതുകൊണ്ടാണ് ഈ 45 ഡിഗ്രി ആംഗിൾ സെലക്ട് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു. അത് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്നതിൻ്റെ റീസണും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അത് അപ്ലൈ ചെയ്തിട്ട് ഞാനിവിടെ വരയ്ക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ടിൽറ്റ് ചെയ്യണോ അങ്ങോട്ട് ടിൽറ്റ് ചെയ്യണോ എന്ന് നമുക്ക് തീരുമാനിക്കാം. ഇവിടെ നോക്കിയാൽ മതി, ഈ കംപ്ലീറ്റ് ഒബ്ജക്റ്റിനെ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ടിൽറ്റ് ചെയ്താൽ 1 ആണ് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുക, അതൊരു പോയിന്റ് മാത്രമാണ്. ഇതിനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ടിൽറ്റ് ചെയ്താൽ 4-3 ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യും, അതൊരു എഡ്ജാണ്. ഇതാണ് ആ 4-3 എഡ്ജ്. നമുക്ക് എഡ്ജാണ് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യേണ്ടത്. അതുകൊണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. വിച്ച് മീൻസ് ഇവിടെ വരച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്ട് ഈ ഒരു നിലയിലുള്ള ഒരു ഫിഗറാണ് ഉണ്ടാവുക. ഇവിടെ 4-3 ഉണ്ടാവും, ഇവിടെ 1 ഉണ്ടാവും, ഇവിടെ O ഉണ്ടാവും. ഇതാണ് ഗ്രൗണ്ടല്ല, വി പിയിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ്. ഞാൻ ഗ്രൗണ്ട് എന്ന വാക്ക് പ്രയോഗിച്ചെങ്കിൽ തെറ്റാണ്. വോളാണത്. നമ്മൾ ടോപ്പ് വ്യൂ സൈഡാണ്, മുകളിൽ നിന്നാണ് നോക്കുന്നത്. വോളിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന ഇമേജാണ് മുമ്പോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ റിസൾട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഈ ആക്സിസിനാണ് 5 ആംഗിൾ 45 ഡിഗ്രി നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഈ ഇൻക്ലിനേഷൻ ഇത് 45 ഡിഗ്രി ആണെങ്കിൽ ഇതും 45 ഡിഗ്രി ആയിരിക്കും. അതായത് ആദ്യം 45 ഡിഗ്രിയിലുള്ള ആക്സിസ് വരച്ചിട്ട് ട്രയാങ്കിൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ 4-3 കൃത്യമായിട്ട് ഈ എക്സ് വൈ ലൈനെ ടച്ച് ചെയ്യണമെന്നില്ല. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 4-3 കൃത്യമായിട്ട് എക്സ് വൈ ലൈനെ മാർക്ക് ചെയ്തിട്ട് പ്രൊസീഡ് ചെയ്യുകയാണ്. അതിന് 4-3 ആദ്യം മാർക്ക് ചെയ്യുകയും ഈ ഒരു സൈഡ് 45 ഡിഗ്രി വരയ്ക്കുകയും ചെയ്യുക. അതിൻ്റെ ലെങ്ത് ഇവിടെ അവൈലബിൾ ആണ്. ആ ലെങ്ത് ഇങ്ങോട്ട് കോപ്പി ചെയ്താൽ മതി. അപ്പോൾ 4-3 കിട്ടി, 1 കിട്ടി. അതിനുശേഷം ഈ ലെങ്ത്, ലാറ്ററൽ എഡ്ജിൻ്റെ ലെങ്ത് ഇപ്പോൾ കോമ്പസിൽ എടുക്കാൻ പറ്റും. അത് O4-നും O1-നും സെയിം ആണ്. അത് ഉപയോഗിച്ച് O1 ആർക്ക് കട്ട് ചെയ്യുക, O4 ആർക്ക് കട്ട് ചെയ്യുക. അപ്പോൾ O എന്ന പോയിന്റ് കിട്ടും. അപ്പോൾ ട്രയാങ്കിൾ കംപ്ലീറ്റ് ആയി. ദെൻ 4-3 നിന്ന് 5-2ലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക. അത് 4-3 നിന്ന് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 5-2 കിട്ടും. ദെൻ 4-3 നിന്ന് 6ലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക. അതിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 6 കിട്ടും. അങ്ങനെ 6 കിട്ടി, 5-3, 5-2 കിട്ടി. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ 5-2ൽ നിന്നുള്ള O5, O2 ലൈൻ ലാറ്ററൽ എഡ്ജ് വരയ്ക്കാം. ഈ ആക്സിസ് O6 ലൈൻ ആക്സിസ് ലൈൻ വരയ്ക്കാം. അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 545 ഡിഗ്രി എന്ന് ഇവിടെ എഴുതുകയും ചെയ്യാം. കാരണം ഈ 45 ഡിഗ്രിയിൽ തുടങ്ങിയ നമ്മൾ ഇവിടെ ഒരു 45 ഡിഗ്രിയിലാണ് വന്ന് അവസാനിക്കുക. ആ രീതിയിലാണ് ഞാനിത് പ്രൊസീഡ് ചെയ്യുന്നത്, ശ്രദ്ധിക്കുക. ഞാൻ വി പിയിൽ ഒരു 4-3 പോയിൻ്റ് മാർക്ക് ചെയ്തു. ഇനി ഇൻക്ലൈൻഡ് ആയി കഴിയുമ്പോൾ ആ ഒരു 4-3 എഡ്ജ് അവിടെ ടച്ച് ചെയ്യുന്നു. അപ്പോൾ ബേസ്, ഈ ഒരു 1-4 ബേസ് ഞാൻ അവിടെ 45 ഡിഗ്രിയിൽ ഇൻക്ലൈൻഡ് ആയിട്ട് വരയ്ക്കുകയാണ്. അതിനുവേണ്ടി പ്രൊട്രാക്ടർ അവിടെ പ്ലേസ് ചെയ്യുന്നു. 45 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. മാർക്ക് ചെയ്തതിന് ശേഷം അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അതിന് 1-4 ലെങ്ത് ഇവിടുന്ന് കോമ്പസിൽ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് എനിക്ക് വരിക 1. അതിനുശേഷം 4-5-2 ലെങ്ത്, 4-5 ലെങ്ത് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 5-2 ഇവിടെ വരും. 4-6 ലെങ്ത് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 6 ഇവിടെ വരും. അപ്പോൾ ആ ബേസിലുള്ള പോയിൻറ്റ്സ് എല്ലാം ഞാൻ പ്ലോട്ട് ചെയ്തു. ഇനി O1 അത് തന്നെയാണ് O4, അത് കോമ്പസിലെടുക്കുന്നു. കോമ്പസ് നിങ്ങൾ യൂസ് ചെയ്യുക. എനിക്കിവിടെ കോമ്പസ് അപ്ലൈ ചെയ്യാൻ നിവൃത്തിയില്ല, ഞാൻ അല്ലാതെ ചെയ്യുകയാണ്. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഏകദേശം കിട്ടിയെന്ന് തോന്നുന്നു. നിങ്ങളത് ആർക്ക് കട്ട് ചെയ്ത് കണ്ടുപിടിക്കണം. O1-ഉം O4 ലെങ്തും സെയിം ആണ്. ഇവിടെ O എത്തി. ഇതെല്ലാം ടോപ്പ് വ്യൂ സൈഡ് ആയതുകൊണ്ടാണ് ഡാഷ് ഇടാത്തത്. ഇനി O5, O2ൻ്റെ ലാറ്ററൽ എഡ്ജ് എനിക്ക് വരയ്ക്കാം. ആക്സിസ് ലൈനും വരയ്ക്കാം. സോറി, എല്ലാം വൈറ്റ് ബോർഡ് ആയതുകൊണ്ട് വെറുതെ ഒന്ന് ടച്ച് ചെയ്താൽ എല്ലാം ഇറേസ് ആയി പോകും. ഞാൻ ആക്സിസ് ലൈൻ ഇവിടെ റെഡ് കളറിലൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. കാരണം നമുക്ക് ആക്സിസിനെ ബേസ് ചെയ്താണ് കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും ആക്സിസ് ലൈന് അതേപോലെ ഞാൻ റെഡ് കളറിലൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. വലിയ ഡാഷ്, ചെറിയ ഡാഷ്. പഴയ അസൈൻമെൻറ്റ് ചെയ്തത് നോക്കുക. ആക്സിസ് ലൈനിന് വേണ്ടി ഇതാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് ഫർദർ എക്സ്റ്റെൻഡ് ചെയ്താൽ നമുക്കിവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യും. ഈ ആംഗിളാണ് 45 ഡിഗ്രി 5 ആംഗിൾ. നമ്മൾ വി പി ആയിട്ടുള്ള 5 ആംഗിൾ ടോപ്പ് വ്യൂവിലാണ് ഇപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുകയാണ് ചെയ്തത്. O6-ന് ഡയറക്റ്റായിട്ട് 45 ഡിഗ്രി കൊടുത്തു. കാരണം O6-ന് ട്രൂ ലെങ്ത് ആണ് ഇവിടെ ഉള്ളത്. ഇനി നമുക്ക് ഫ്രണ്ട് വ്യൂ കണ്ടുപിടിക്കണം.
അതിനുശേഷം ആ ഫ്രണ്ട് വ്യൂവിനെ വേണം θ30° അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഫ്രണ്ട് വ്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ നിന്നുള്ള എല്ലാ പോയിൻറ്റ്സും മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യണം. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ടോപ്പ് വ്യൂവിൽ നിന്ന് എല്ലാ പോയിൻറ്റ്സിനെയും മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്തു. അപ്പെക്സ് O, ആക്സിസിൻ്റെ അതർ എൻഡ് 6, പെൻറ്റഗണിൻ്റെ കോർണർ പോയിൻറ്റ്സ് 1, 2, 3, 4, 5 എല്ലാം മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്തു. ഇനി നമ്മുടെ ഫസ്റ്റ് ഫ്രണ്ട് വ്യൂ ഉണ്ട്. അവിടെ നിന്ന് ഹൊറിസോണ്ടലി പ്രൊജക്റ്റ് ചെയ്തിട്ട് ഇവിടെ മെഷ് ഉണ്ടാക്കണം. ആ ഡോട്ട് പോയിൻറ്റ്സ് എല്ലാം കണ്ടെത്തണം. ഫ്രണ്ട് വ്യൂ നിന്നുള്ള ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻസ് നടത്തി. അത് ഓയിൽ നിന്നുണ്ട്, ആക്സിസിൻ്റെ അതർ എൻഡ് 6ൽ നിന്നും അതേ ലൈൻ തന്നെയാണ്. പിന്നെ 1ൽ നിന്ന് 2ൽ നിന്ന് 3ൽ നിന്ന് 4ൽ നിന്ന് 5ൽ നിന്ന് എല്ലാ പ്രൊജക്ഷൻസും നടത്തി കൗണ്ട് ചെയ്ത് കംപ്ലീറ്റ് ആയോന്ന് ഫിക്സ് ചെയ്ത് വേണം മുമ്പോട്ട് പോകാൻ. ഇനി നമുക്കിവിടെ ഈ മെഷിൽ ഫോം ചെയ്തിരിക്കുന്ന പോയിൻറ്റ്സ് എല്ലാം കണ്ടെത്തണം. ആദ്യം 1-1ൻ്റെ കോമ്പിനേഷൻ നോക്കിയിട്ട് മാർക്ക് ചെയ്യണം. ഇതാണ് 1-, ഇതാണ് 1, രണ്ടും കൂടെ ചേരുന്ന പോയിൻ്റ് ഇതാണ്. അപ്പോൾ ഇത് ഫ്രണ്ട് വ്യൂ ആണ് നമ്മൾ കണ്ടെത്തുന്നത്. 1- എന്ന് തന്നെ പേരിടാം. 2-2, 2 ഇവിടുന്നാണ്, 2- അവിടെ നിന്നാണ്, രണ്ടും കൂടെ ചേർന്ന് പുതിയൊരു 2- കിട്ടി. 3-3 ഇവിടെ വരും, 3-, 4-4 ഇവിടെ വരും, 4-, 5-5. അടുത്തത് ഓയിൽ നിന്നും O'-ൽ നിന്നും ഇവിടെ അപ്പെക്സിൻ്റെ O വരും. ഇനി ആക്സിസിൻ്റെ പോയിൻ്റ് ഇവിടെ കണ്ടുപിടിക്കാം. 6ഉം 6ഉം മീറ്റ് ചെയ്യുന്നിടത്ത് ഇവിടെ 6- വരും. ഇത് O' ആണ്. അപ്പോൾ ഈ O', 6' ഇപ്പോൾ നമുക്ക് ഹൊറിസോണ്ടലാണ് ആക്സിസ്. അത് ആദ്യം തന്നെ ഞാൻ ആക്സിസ് ആയിട്ടൊന്ന് വരച്ച് കാണിക്കട്ടെ. കാരണം നമുക്ക് അതിൻ്റെ റെഫറൻസുകൾ ഇനിയും വേണം. റെഡ് ലൈൻ കൊണ്ട് തന്നെ ആക്സിസ് കാണിക്കുന്നു. ഇനി 3 സ്റ്റെപ്പ് പ്രൊസീജിയർ അപ്ലൈ ചെയ്തുകൊണ്ട് ഈ ഒരു ഫിഗർ ഇവിടെ കണ്ടെത്തണം. ഔട്ടർ എഡ്ജസ് ആദ്യം വരയ്ക്കണം. ഞാൻ ഫ്രീ ഹാൻഡായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നു. 1, 5, 1, 2, 2, 3, 3O. അതെയോ 2O ഡയറക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് വരയ്ക്കുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നത് ഇവിടെ ചെയ്താൽ 5, 4 ഇങ്ങനെ വരും, 2, 3 ഇങ്ങനെ വരും. ഡയറക്റ്റായിട്ട് 5ൽ നിന്ന് Oയിലേക്ക് വരാനാണ് സാധ്യത. നിങ്ങൾ ചെയ്യുമ്പോഴത് പ്രോപ്പറായിട്ട് കിട്ടും. നിങ്ങൾ ആക്ച്വൽ മെഷർമെൻറ്റ്സിലാണ് ചെയ്യുന്നത്. ഞാൻ മെഷർമെൻറ്റ്സ് ഇല്ലാതെയാണ് ചെയ്യുന്നത്. എനിക്ക് ഇത്തിരി വ്യത്യാസമൊക്കെ വരുന്നുണ്ട്. സെയിം ആയിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഞാനതൊന്ന് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. റിയൽ സിറ്റുവേഷനിൽ 3ഉം 4ഉം ഇൻസൈഡിൽ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഔട്ടർ എഡ്ജസ് ഞാൻ ഈ വരച്ചിരിക്കുന്ന O2ഉം O5 മാത്രമേ ഉള്ളൂ. വിച്ച് മീൻസ് ഇതിപ്പോൾ വരയ്ക്കാറായിട്ടില്ല. നമ്മുടെ സ്റ്റെപ്പ് 1 അനുസരിച്ച് ഔട്ടർ എഡ്ജസ് മാത്രമാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഇത് തിക്ക് ലൈനാണോ ഡാഷ് ലൈനാണോ എന്നൊക്കെ നമുക്കിനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇത് ഔട്ടർ എഡ്ജസിൻ്റെ ആ സ്റ്റെപ്പ് 1 കംപ്ലീറ്റ് ചെയ്തു. ഇനി സ്റ്റെപ്പ് 2 നമുക്ക് റിമോട്ട് പോയിൻറ്റ്സ് കണ്ടെത്തിയിട്ട് ഹിഡൻ എഡ്ജസ് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഫ്രണ്ട് വ്യൂ ആണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ടോപ്പ് വ്യൂവിനെ താഴെ നിന്ന് മുകളിലോട്ട് നോക്കണം. നോക്കുമ്പോൾ O1 ഒക്കെ ഡയറക്റ്റ് കാണാം. ഇത് ബോഡിയുടെ ഫുൾ വിഡ്ത്ത് ഇവിടെ നമുക്ക് വിസിബിൾ ആണ്. വിഡ്ത്തിൻ്റെ ഫ്രണ്ടിലുള്ളത് വിസിബിൾ സോൺ, അതിൻ്റെ ബാക്കിലുള്ളത് ഇൻവിസിബിൾ സോൺ. അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ 4-3 ഏറ്റവും റിമോട്ട് പോയിൻ്റ് ആണ്. ഇനി ആർക്കെങ്കിലും 6 എടുക്കണമെന്ന് തോന്നിയാൽ എടുക്കരുത്. കാരണം അതൊരു എഡ്ജിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കറസ്പോണ്ടിങ് കോർണറൊന്നും അല്ല. കാരണം O6 ഒരു ആക്സിസ് ഇമേജിനേഷനാണ്. വേണമെങ്കിൽ 2ഉം 5 എടുക്കണമെന്ന് കൺഫ്യൂഷൻ വരുന്നവർ എടുത്തോളുക. നമുക്ക് ഓരോന്നായിട്ട് ഇനി അപ്ലൈ ചെയ്യാം. ആദ്യം 3യുമായിട്ട് കണക്റ്റഡ് എഡ്ജസ് ഏതാണെന്ന് അറിയാൻ ഫസ്റ്റ് വരച്ച ഡ്രോയിങ് നോക്കുക. അത് ഇതാണ് ഈ ഫ്രണ്ട് വ്യൂ. 3 ഇവിടെയുണ്ട്. 3യുമായിട്ട് കണക്റ്റഡ് 3, 4, 3, 2, 3O ഇത്രയുമാണ്. അപ്പോൾ 3, 4 ഇവിടെയുണ്ട്, ഡാഷ്ഡ് ആക്കുക. 3, 2 ഇവിടെയുണ്ട്, ഡാഷ്ഡ് ആക്കുക. കണ്ടോ, അത് നേരത്തെ ഞാൻ റിമൂവ് ചെയ്ത ലൈനാണ്. 3O 3യിൽ നിന്ന് Oയിലേക്ക്, അതും ഡാഷ്ഡ് ആക്കുക. അപ്പോൾ 3യുടെ ജോലി കഴിഞ്ഞു. ഇനി 4യുമായിട്ട് കണക്റ്റഡ് ആരൊക്കെയാണ്? 4, 3, 4, 5, 4O ഇതാണ് ആ എഡ്ജസ്. അപ്പോൾ 4, 3 ചെയ്തു, 4, 5 ചെയ്യണം. ഡാഷ്ഡ് ലൈൻ വരയ്ക്കുക. 4O അത് ചെയ്തു. ഇനി 5, 2 എടുത്തവർ 2നെ കുറിച്ച് ആലോചിക്കണം. 2 ഇവിടെയുണ്ട്. 2, 1, 2, 3, 2O നോക്കുക. 2, 1, 2, 3, 2O ഇതെല്ലാം ചെയ്തു കഴിഞ്ഞു. 5നെ കുറിച്ച് ആലോചിച്ചവർ 5, 1, 5, 4, 5O പരിശോധിക്കുക. 5, 1, 5, 4, 5O ഇതെല്ലാം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഹിഡൻ എഡ്ജസിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇനി സ്റ്റെപ്പ് 3യിൽ മിസ്സിംഗ് എഡ്ജസ് കണ്ടുപിടിക്കണം. അപ്പോൾ പെൻറ്റഗണിന് എത്ര എഡ്ജ് ഉണ്ടെന്ന് ആദ്യം അറിയണം. അത് ഇവിടെ കാണാം. 1, 2 ഉണ്ട്, 2, 3, 3, 4, 4, 5 അങ്ങനെ ബേസ് എഡ്ജസ് 5 ഉണ്ട്. O1, O2, O3, O4, O5 ലാറ്ററൽ എഡ്ജസ് 5 ഉണ്ട്. ആദ്യം ബേസ് എഡ്ജസ് നോക്കാം.
1 2 2 3 3 4 4 5 5 1 കഴിഞ്ഞു. ഇനി ലാറ്ററൽ എഡ്ജസ് നോക്കാം. O1 വരച്ചിട്ടില്ല. അത് തിക്ക് ലൈനാണോ ഡാഷ് ലൈനാണോ? ഇവിടെ ഒരു ഡാഷ് ലൈൻ ഇങ്ങനെ വരുന്നുണ്ട്. അതിനെ ക്രോസ് ചെയ്ത് ഒരു തിക്ക് ലൈൻ മാത്രമേ കടന്നു പോവുകയുള്ളൂ. അത് തിക്ക് ലൈനാണ്. ഇനി അത് മറ്റൊരു രീതിയിലും തിക്ക് ലൈനിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നോക്കുക, നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോഴാണല്ലോ ഈ ഫ്രണ്ട് വ്യൂ ഉണ്ടാകുന്നത്. ഇതാണ് O1, ആദ്യം കാണുന്നത് അതാണ്, വിസിബിൾ ലൈനാണ്. ഇനി O1 വരച്ചു, O2 വരച്ചു, O3 വരച്ചു, O4 വരച്ചു, O5 വരച്ചു. എല്ലാ ലാറ്ററൽ എഡ്ജസുമായി. ഇപ്പോൾ ആ ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റഡ് ആയി. നമ്മുടെ കയ്യിൽ ആക്സിസിന് അപ്ലൈ ചെയ്യാനുള്ള 2 ആംഗിളായിരുന്നു. ആക്സിസ് ഷുഡ് ബി 30 ഡിഗ്രി വിത്ത് HP തീറ്റ ആംഗിൾ. ആക്സിസ് ഷുഡ് ബി 45 ഡിഗ്രി വിത്ത് VP 5 ആംഗിൾ. ഇത് നമ്മൾ സക്സസ്ഫുള്ളി ചെയ്ത് കഴിഞ്ഞു, ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്തു. ഇനി തീറ്റ ആംഗിൾ 30 ഡിഗ്രി, അത് വിത്ത് HP ആണ്. വിത്ത് HP ആംഗിൾസ് അപ്ലൈ ചെയ്യേണ്ടത് ഫ്രണ്ട് വ്യൂവിലാണ്. ഈ ഫ്രണ്ട് വ്യൂവിനെ വേണം നമ്മളിനി ഈ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യാൻ. ആക്സിസിനെയാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഡയറക്റ്റ് ട്രൂ ആംഗിൾ 30 ഡിഗ്രി അപ്ലൈ ചെയ്യണം. ആൽഫ അല്ല തന്നിരിക്കുന്നത്. അത് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ആക്സിസ് ട്രൂ ലെങ്ത് ആണെന്ന് പരിശോധിക്കണം. ഇവിടെ നോക്കുക, O'6' ആണ് ആക്സിസ്. അത് ഹൊറിസോണ്ടലാണ്. പക്ഷേ ആ ഹൊറിസോണ്ടലി കാണുന്ന O'6' ലെങ്ത് കുറവാണ്. O6 ആക്ച്വലി വളരെ ലെങ്തിയാണ്. അത് ഇവിടെ വളരെ ഷ്രിങ്ക് ചെയ്താണ് വന്നിരിക്കുന്നത്. അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരെണ്ണം ഗ്രാഫിക്കലി പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഈ O6 ഇവിടുത്തെ O6 കമ്പയർ ചെയ്യുക. ഇവിടെയുള്ള O6 ഇൻക്ലൈൻഡ് ആണ്. അത് ഹൊറിസോണ്ടലും അല്ല, ഒരു ഡോട്ട് പോയിന്റും അല്ല. വിച്ച് മീൻസ് ഈ O6 റിയൽ ലെങ്ത് അല്ല, റെഡ്യൂസ്ഡ് ലെങ്ത് ആണ്. അതുകൊണ്ട് ഡയറക്റ്റായിട്ട് തീറ്റ ആംഗിൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡിൽ ഒരു ട്രൂ ലെങ്ത് ലൈൻ നമ്മൾ A' സ്റ്റാർട്ട് ചെയ്യുകയും B1' അവസാനിക്കുകയും ചെയ്ത ട്രൂ ലെങ്ത് ലൈൻ തീറ്റ ആംഗിളിൽ, ഇവിടുത്തെ കേസിൽ 30 ഡിഗ്രി നമ്മൾ വരച്ചിരുന്നു. ആ സിസ്റ്റത്തിലേക്ക്, ആ ഒരു മെത്തേഡിലേക്ക് പോവുകയാണ്. ഈ ട്രൂ ലെങ്ത് ലൈൻ വരച്ച് കഴിയുമ്പോൾ ഇവിടെ ഒരു ലോക്കസ് ഉണ്ടായി. ഈ ലോക്കസ് എന്തിനാണ്? ഫൈനൽ ഫ്രണ്ട് വ്യൂവിൻ്റെ റിയൽ എൻഡ്, അതായത് പ്രൊജക്ടർ ലെങ്തിലുള്ള ഫൈനൽ ഫ്രണ്ട് വ്യൂവിൻ്റെ റിയൽ എൻഡ് കണ്ടെത്താനാണ് ആ ഒരു ലോക്കസ്. ആ ലോക്കസിൽ നമുക്കൊരു ഫ്രണ്ട് വ്യൂ ഇവിടെ കിട്ടുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫ്രണ്ട് വ്യൂ അവിടെ വരച്ച് കഴിയുമ്പോഴാണ് ഫൈനൽ A', B' ഫൈനൽ ആൻസർ ആവുന്നത്. ഈ ആംഗിളാണ് ആൽഫ ആംഗിൾ. അതിനുള്ള ക്ലൂ ആയിട്ടാണ് നമ്മൾ ഈ ലോക്കസിനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ പ്രൊജക്ടർ ലെങ്ത് ആണ്, അതിവിടെ അവൈലബിൾ ആണ് ആക്സിസിനെ സംബന്ധിച്ച്. ഇത് ട്രൂ ലെങ്ത് ആണ്, അതും ഇവിടെ അവൈലബിൾ ആണ് ആക്സിസിനെ സംബന്ധിച്ച്. ഈ 2 ലെങ്തുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്, അതിൽ ഒരു ആംഗിളും അവൈലബിൾ ആണ്. ഈ 2 ലെങ്ത് അറിയാം, ഇവിടുത്തെ ഒരു ആംഗിളും അറിയാം. എങ്കിൽ പിന്നെ ഈ വലിയ ആംഗിൾ ആൽഫ എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നതിന് നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. ആ ട്രിക്കാണ് അപ്ലൈ ചെയ്യുന്നത്, അത് ശ്രദ്ധിക്കുക. അങ്ങനെ റൊട്ടേറ്റഡ് ഫ്രണ്ട് വ്യൂ ഇവിടെ കിട്ടാൻ വേണ്ടി ആദ്യം നമ്മൾ റൊട്ടേറ്റഡ് ടോപ്പ് വ്യൂ ഉണ്ടാക്കി കോമ്പസ് ട്രിക്ക് ഉപയോഗിച്ചു. ഇവിടെ റൊട്ടേറ്റഡ് ഫ്രണ്ട് വ്യൂ ഉണ്ടാക്കാൻ കോമ്പസ് ട്രിക്ക് തന്നെ ഉപയോഗിക്കാം. അഡീഷണലി ഞാൻ ആ മെഷിനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഐഡിയയാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം നമ്മൾ ഈ ഒരു ടോപ്പ് വ്യൂ ഓഫ് ആക്സിസ് ആൽഫ ആംഗിളിൽ റൊട്ടേറ്റഡ് ആയി കഴിഞ്ഞാൽ ഈ ആക്സിസിന് പാരലായിട്ടുള്ള ഈ ഒരു ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ ലൈൻസൊക്കെ ഇവിടുത്തെ പുതിയ ആക്സിസിന് പാരലായിട്ട് ഇൻക്ലൈൻഡ് പ്രൊജക്ഷൻ ലൈൻസ് ആവും. മറ്റ് വെർട്ടിക്കൽ പ്രൊജക്ഷൻ ലൈൻസ് എല്ലാം ഈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്ന ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആ പ്രൊജക്ഷൻ ലൈൻസ് എല്ലാം വരയ്ക്കാം. അങ്ങനെ മെഷിനെ റീകൺസ്ട്രക്ട് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ആദ്യം ഞാൻ ചെയ്യുന്നത് റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡ് ഉപയോഗിച്ച് ട്രൂ ലെങ്തിലുള്ള ആക്സിസ് വരയ്ക്കുകയും ആൽഫ ആംഗിളിലുള്ള ആക്സിസിൻ്റെ ഫ്രണ്ട് വ്യൂ കണ്ടെത്തുകയുമാണ്. അതിനുശേഷം ആൽഫ ആംഗിളിൽ നിൽക്കുന്ന ആക്സിസിൻ്റെ ഫ്രണ്ട് വ്യൂവിന് പാരലായിട്ട് കുറച്ച് പ്രൊജക്ഷൻ ലൈൻസും അതിന് പെർപെൻഡിക്കുലറായിട്ട് കുറച്ച് പ്രൊജക്ഷൻ ലൈൻസും വരച്ചിട്ട് ഈ മെഷിനെ റൊട്ടേറ്റഡ് എഫക്റ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതൊന്ന് നോക്കുക. ഞാൻ ഇവിടെ 6' എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് മാർക്ക് ചെയ്തു. A' പോലെയാണ് റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡിൽ. അവിടെ ഒരു ഹൊറിസോണ്ടൽ റെഫറൻസ് ലൈൻ വരച്ച് ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടി. അതിനുശേഷം പ്രൊട്രാക്ടർ പ്ലേസ് ചെയ്യുന്നു. 30 ഡിഗ്രി ആംഗിൾ ഞാനിവിടെ മെഷർ ചെയ്ത് ഒരു ഡോട്ട് മാർക്ക് ഇട്ടു. അതിലൂടെ ട്രൂ ലെങ്ത് ലൈൻ വരയ്ക്കുകയാണ്. ആ ട്രൂ ലെങ്തിന് എത്ര ലെങ്ത് ഉണ്ടോ നമ്മുടെ ക്വസ്റ്റിനിൽ തന്നിട്ടിരിക്കുന്ന ആക്സിസ് ലെങ്ത് ആണ്, ആ ലെങ്തിൽ ഞാൻ ആ ലൈൻ വരയ്ക്കുന്നു. ഇത് ആ ട്രൂ ലെങ്ത് ലൈനാണ്. ഇവിടെ അപ്ലൈ ചെയ്ത ആംഗിൾ തീറ്റ 30 ഡിഗ്രിയാണ്. ട്രൂ ലെങ്ത് ലൈനിൻ്റെ എൻഡ് എനിക്കിവിടെ കിട്ടി. അതിന് ടെമ്പററി ഓയാണത്. അപ്പോൾ O1' എന്ന് ഞാൻ പേരിടുന്നു. അവിടെ എനിക്കൊരു ഹൊറിസോണ്ടൽ ലോക്കസ് കിട്ടി. ഈ ലോക്കസിലാണ് എനിക്കിനി ഫൈനൽ ഫ്രണ്ട് വ്യൂ ആക്സിസ് കണ്ടെത്തേണ്ടത്. ആ ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്ത് ഇവിടെ അവൈലബിൾ ആണ്. കോമ്പസിൽ അത് എടുക്കുക. ആ ഡിസ്റ്റൻസ് കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ ആർക്ക് കട്ട് ചെയ്തുകൊണ്ട് ആ ആക്സിസ് എവിടെയാണെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കുക. അങ്ങനെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന ലൊക്കേഷൻ ഇവിടെയാണ്. ആ ലൊക്കേഷനിലേക്ക് ഞാൻ ആക്സിസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന റെഡ് ലൈൻ വരയ്ക്കുകയാണ്. +6' മുതൽ ഫൈനൽ O' വരെ ആക്സിസ് ഞാൻ വരച്ചു. ഇനി ഈ ആക്സിസിന് ചുറ്റിനുമാണ് എൻ്റെ മെഷ് വർക്ക് എല്ലാം വരുന്നത്. അത് ഞാൻ ക്ലാരിറ്റിക്ക് വേണ്ടി ആ ട്രൂ ലെങ്ത് ട്രൂ ആംഗിൾ കൺസ്ട്രക്ഷൻസൊക്കെ ഒന്ന് ഇറേസ് ചെയ്യുകയാണ്. നിങ്ങളത് ഇറേസ് ചെയ്യരുത്. 2H പെൻസിൽ ഷാർപ്പൻഡ് ആയിട്ട് യൂസ് ചെയ്യുക. ഏറ്റവും നൈസായിട്ട് ലൈൻസ് കൊണ്ടുള്ള ആ കൺസ്ട്രക്ഷൻ അവിടെ കിടന്നോട്ടെ.
നമ്മൾ അതിൻ്റെ മുകളിലൂടെ ബാക്കി കൺസ്ട്രക്ഷൻസ് തുടരുകയാണ് വേണ്ടത്. ഇനി ഇതിന് പാരലായിട്ട് കുറേ മെഷസ് ആണ് നമുക്ക് വരയ്ക്കാനുള്ളത്. അതിനുവേണ്ടി ഞാൻ ഈ O6 ഫർദർ ലെഫ്റ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ആ 1 എത്താൻ വേണ്ടി. അത് ഇവിടെ ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒന്ന് എക്സ്റ്റൻഷൻ നടത്തുന്നു. അതിനുശേഷം 6 നിന്ന് ലെഫ്റ്റിലേക്ക് 2 പോയിൻറ്റ്സ്, 6 നിന്ന് റൈറ്റിലേക്ക് 1 പോയിൻ്റ് മതി, കാരണം നമുക്കിവിടെ O ഉണ്ട്. അപ്പോൾ 6 നിന്ന് റൈറ്റിലേക്ക് 1 പോയിൻ്റ്, ലെഫ്റ്റിലേക്ക് 2 പോയിൻ്റ്, ഇത്രയും ഒന്ന് മാർക്ക് ചെയ്യണം. എന്തിനാണ്? ഈ വെർട്ടിക്കൽ മെഷസ് അതിലെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ 6 നിന്ന് ലെഫ്റ്റിലേക്കുള്ളത് ഈ ഗ്യാപ്പ്, 6 നിന്ന് കോമ്പോസിറ്റ് ഉപയോഗിച്ച് ഗ്യാപ്പ് എടുക്കാൻ പാടാണെങ്കിൽ ഓയിൽ നിന്ന് ആ പോയിന്റിലേക്ക് എടുക്കണം. ഈ ഓയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യുക. ഇനി ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഇവിടെ എത്തുന്നു, അടുത്ത പോയിന്റ് അപ്ലൈ ചെയ്തപ്പോൾ ഇവിടെ എത്തുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്കിവിടെ 1' എന്ന പോയിന്റ് കിട്ടിക്കഴിഞ്ഞു. ഈ പോയിന്റിന് പേരില്ല, ആ പോയിന്റ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തതേ ഉള്ളൂ. ഈ പോയിന്റ്സൊക്കെ എന്തിനാണ്? 1 വെർട്ടിക്കൽ, ഈ പോയിന്റിൽ വെർട്ടിക്കൽ, 6 വെർട്ടിക്കൽ, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, അവിടെ ഒരു വെർട്ടിക്കൽ, ആ പോയിന്റും കൂടെ ഞാൻ ഇവിടെ ഏകദേശം മാർക്ക് ചെയ്യുകയാണ്. 6 നിന്ന് റൈറ്റിലേക്ക് ഏകദേശം ഇവിടെ വരും. അപ്പോൾ ഇവിടെ ഹൊറിസോണ്ടലായിട്ടുള്ള ടോപ്പ് ഓഫ് ആക്സിസിന് വെർട്ടിക്കലായിട്ടാണ്, പെർപെൻഡിക്കുലറായിട്ടാണ് ഈ ഒരു മെഷിൻ്റെ ലൈൻസ് കടന്നു പോകുന്നത്. അപ്പോൾ അത് ഇൻക്ലൈൻഡ് ആണ് ഇപ്പോൾ. അപ്പോൾ അതിന് പെർപെൻഡിക്കുലറായിട്ട് ഈ ഒരു ഡയറക്ഷനിൽ എല്ലാ ലൈൻസും വരയ്ക്കണം. ആ ഒരു വർക്ക് കഴിഞ്ഞു. ഇനി ഈ ആക്സിസിന്, ടോപ്പ് ഓഫ് ആക്സിസിന് പാരലായിട്ടുള്ള പ്രൊജക്ഷൻസ് ഒക്കെയാണ്. അതിൽ ഏതെങ്കിലും ഒരു വെർട്ടിക്കൽ ലൈനിൽ വേണം ആ പാരലായിട്ടുള്ള പ്രൊജക്ഷൻ ലൈൻസ് എവിടെയൊക്കെ കടന്നു പോകുന്നു എന്ന് മാർക്ക് ചെയ്യാൻ. മുകളിലോട്ടും താഴോട്ടും അത് സിമ്മട്രിയാണ്. ആദ്യം പറഞ്ഞ കേസിൽ സിമ്മട്രി ഒന്നും എടുക്കാനില്ല. ഇത് മുകളിലോട്ടും താഴോട്ടും സിമ്മട്രിയാണ്. അപ്പോൾ 6 നമ്മുടെ കയ്യിലുണ്ട്. 6 വെർട്ടിക്കൽ ലൈന് ഇവിടെയുണ്ട് പെർപെൻഡിക്കുലറായിട്ട്. ആ മുകളിലോട്ട് ഏതാണ്ട് ഇവിടെയും മുകളിലും താഴെയും ലൈനുകൾ വരും. വീണ്ടും മുകളിലോട്ട് ഇവിടെയും വരും. ഈ ഡിസ്റ്റൻസുകൾ ഞാൻ റഫലി മാർക്ക് ചെയ്തേ ഉള്ളൂ ഫ്രീ ഹാൻഡ് വർക്കിന് വേണ്ടി. നിങ്ങൾ കോമ്പസ് ഉപയോഗിച്ച് മെഷർ ചെയ്തിട്ട് തന്നെ ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഈ ആക്സിസിൻ്റെ, ടോപ്പ് ഓഫ് ആക്സിസിന് പാരലായിട്ട് ഇതിലൂടെയുള്ള മെഷ് വർക്കിൻ്റെ ലൈനുകൾ വരയ്ക്കുക. അത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഹൊറിസോണ്ടലി വെർട്ടിക്കലി കൺസ്ട്രക്ട് ചെയ്യപ്പെട്ട ആ ഒരു പ്രൊജക്ഷൻസിൻ്റെ റിസൾട്ടായ മെഷ് ഇവിടെ ഈ ആക്സിസിൻ്റെ ഇൻക്ലിനേഷൻ അനുസരിച്ചുള്ള ഒരു മെഷായി മാറി. ഇനി ഇവിടെയുള്ള മെഷിലെ എല്ലാ ഡോട്ട് പോയിൻറ്റ്സും നമ്പർ ഇട്ട് ഇവിടെ നമുക്ക് എഴുതാൻ പറ്റും. ഓൾറെഡി ഞാനവിടെ 1' രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി പോയിൻറ്റ്സും കൂടെ എഴുതാം. 1' ഒന്നുകൂടെ എഴുതട്ടെ. 1', 5', 4', 3', 2', ഇവിടുന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ്. നടുക്ക് 6', ഇവിടെ O'. ഇനി ഈ വരച്ചിരിക്കുന്ന തിക്ക് ലൈൻസും ഡാഷ്ഡ് ലൈൻസും എല്ലാം അതേപടി ഇവിടെ കോപ്പി ചെയ്യുന്നു. ഇവിടെ ഔട്ട് സൈഡിൽ തിക്ക് ലൈൻ, ഔട്ട് സൈഡിൽ തിക്ക് ലൈൻ, ഇൻസൈഡിലേക്ക് ഡാഷ്ഡ് ലൈൻ, ഇൻസൈഡിലേക്ക് ഡാഷ്ഡ് ലൈൻ, ഇവ തമ്മിൽ ഡാഷ്ഡ് ലൈൻ, ഓയിലേക്ക് ഇനി കുറച്ച് ഡാഷ്ഡ് ലൈൻസും തിക്ക് ലൈൻസും ഒക്കെ ഉണ്ട്. ഡാഷ്ഡ് ലൈൻ ഇവിടെ വരയ്ക്കുന്നു. O4, O3, ഇനി തിക്ക് ലൈൻസ് വരയ്ക്കുന്നു. തിക്ക് ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ ഫ്രണ്ട് വ്യൂവിനെ റൊട്ടേറ്റ് ചെയ്ത് റീകൺസ്ട്രക്ട് ചെയ്തു. ഇനി എന്താണ്? ഈ ചെരിവിനനുസരിച്ച് കറസ്പോണ്ടിങ് ടോപ്പ് വ്യൂ നമുക്കിവിടെ കണ്ടുപിടിക്കണം. അതിന് നേരത്തെ ട്രിക്കേ ഉള്ളൂ. വെർട്ടിക്കലി ഡൗൺവേർഡ് പ്രൊജക്റ്റ് ചെയ്യുക, ഇവിടുന്ന് ഹൊറിസോണ്ടലി പ്രൊജക്റ്റ് ചെയ്യുക, മെഷ് ഉണ്ടാകുന്നു, മെഷിൽ ഡോട്ട് പോയിൻറ്റ്സ് ഒക്കെ കണ്ടെത്തുക, സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 അപ്ലൈ ചെയ്യുക, ആ ഫിഗർ കണ്ടെത്തുക. നോക്കാം. ഞാൻ വെർട്ടിക്കലി പ്രൊജക്ഷൻസ് ഇവിടെ നടത്തിയിരിക്കുന്നു. ഓയിൽ നിന്നുണ്ട് 1, 2, 3, 4, 5. ഞാൻ ഇനി ആക്സിസിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ആക്സിസിൻ്റെ ആപ്ലിക്കേഷനൊക്കെ കഴിഞ്ഞു. ഇനി ഇവിടുന്ന് ഹൊറിസോണ്ടലി പ്രൊജക്റ്റ് ചെയ്യാം. ഹൊറിസോണ്ടലി പ്രൊജക്റ്റ് ചെയ്തു. ഇനി ഇതിൽ പോയിൻറ്റ്സൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. 1-ലാണ് ഞാൻ തുടങ്ങുന്നത്. 1, 1, ഇത് ടോപ്പ് വ്യൂ സൈഡാണ്. 1 എന്ന് തന്നെ എഴുതിയാൽ മതി. 2, 2, 3, 3. XYയിലെ ഇനാലാണ് 3 വരുന്നത്. ടോപ്പ് വ്യൂ സൈഡ് ആയതുകൊണ്ട് അത് VP-യിലാണ്. നമുക്കറിയാം 3, 4 എഡ്ജ് VP-യിലാണ്. 4, 4, 5, 5. ഇപ്പോൾ പെൻഡകൻ്റെ ഒരു അവസ്ഥ വേറൊരു ഷേപ്പാണ് ഇവിടെ. അപ്പോൾ 5 വരെയായി. ഇനി O. ഇനി സ്റ്റെപ്പ് 1 പ്രൊസീജിയർ അപ്ലൈ ചെയ്യുക. ഔട്ടർ എഡ്ജസ് ജോയിൻ ചെയ്യുക. അത് സ്കെയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അകത്ത് വരച്ചിരിക്കുന്നതൊക്കെ ഇറേസ് ആയി പോകും. അതുകൊണ്ട് ഞാൻ ഫ്രീ ഹാൻഡായിട്ട് ചെയ്യുന്നു. നേരത്തെ ഫ്രീ ഹാൻഡായിട്ട് ചെയ്ത് സ്കെയിൽ അതിൻ്റെ മുകളിൽ സർഫസിൽ വെക്കാതിരിക്കാനാണ്.
ഗ്ലേസ്ഡ് ബോർഡ് ആയതുകൊണ്ട് വൈറ്റ് ബോർഡിൻ്റെ മാർക്കർ പെന്നിൻ്റെ ഇങ്ക് മാഞ്ഞു പോകും. ഇത് ഔട്ടർ എഡ്ജാണെന്ന് ഞാൻ വിചാരിക്കുന്നു. 5-ൽ നിന്ന് ഡയറക്റ്റ് ഓയിലേക്ക് വരച്ചാൽ 1 ഔട്ട് സൈഡിലായിരിക്കും എന്നാണ് എൻ്റെ ഒരു അസംഷൻ. നമുക്ക് റിസൾട്ട് നിങ്ങൾ വരയ്ക്കുമ്പോൾ നോക്കാൻ പറ്റും. ഇവിടെ ലെങ്തി ഔട്ടർ എഡ്ജാണ്, സ്കെയിൽ തന്നെ യൂസ് ചെയ്യണം. സ്റ്റെപ്പ് 1 കഴിഞ്ഞു. സ്റ്റെപ്പ് 2 ഹിഡൻ എഡ്ജസ് ഐഡൻറ്റിഫൈ ചെയ്യണം. ടോപ്പ് വ്യൂ ആണ് കൺസ്ട്രക്ട് ചെയ്യണം. ഫ്രണ്ട് വ്യൂവിനെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുക. നോക്കുമ്പോൾ റിമോട്ട് പോയിൻ്റ് 2 ആണ്, 3 ആണ്, 1 ആണ്, 6 വേണ്ട, അത് ആക്സിസിൻ്റെ പോയിൻ്റാണ്, 4 ആണ് എന്നൊക്കെ സംശയമുള്ളവർ ഇതൊക്കെ എടുക്കാം. നമുക്ക് ആദ്യം ഈ 1, 2, 3, 4 ഇതൊക്കെ എടുത്ത് നോക്കാം. 1 നോക്കാം. 1-ഉമായിട്ട് ഏറ്റവും അകലെയുള്ളത് 2 ആണ്, അതറിയാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ദൂരെ 2 ആണ്. അപ്പോൾ 2 തന്നെ ആദ്യം എടുക്കുന്നതാണ് എപ്പോഴും നല്ല യുക്തി. ഫ്രണ്ട് വ്യൂ നോക്കുക. ആദ്യത്തെ ഡ്രോയിങ് ഇതാണ്, 2-ഉമായിട്ട് കണക്റ്റഡ്. 2, 1, 2, 3, 2, 0. ഇവിടെ നോക്കുക, 2, 1 ഡാഷിലാക്കണം. അത് തന്നെയാണ് എപ്പോഴും നല്ലത്. ഏറ്റവും അകലെയുള്ളത് ആദ്യം പഠിക്കുക. 2, 1, 2, 3, 2, 0. ഇങ്ങനെ ഫ്രീ ഹാൻഡായിട്ട് വരച്ചാൽ മതി എന്നാണ് K2 ആദ്യം പോലെ പറയുന്നത്. പക്ഷേ നമുക്ക് എല്ലാവർക്കും ആ ഒരു എബിലിറ്റി ഇല്ല. നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്താൽ എല്ലാവരും ഒരുപോലെ നന്നായിട്ട് വരയ്ക്കാൻ പറ്റും. അതുകൊണ്ടാണ് നിങ്ങളെക്കൊണ്ട് ഇൻസ്ട്രുമെൻറ്റ്സിൽ ചെയ്യിപ്പിക്കുന്നത്. ഇപ്പോൾ 2 സെലക്ട് ചെയ്ത് ജോലി കഴിഞ്ഞു. അടുത്തത് 1 3 1 നോക്കാം. 1-ഉമായിട്ട് കണക്റ്റഡ്. 1 2 1 5 1 0. അപ്പോൾ 1 2 വരച്ചു, 1 5 വരച്ചു, 1 0 വരച്ചു. അടുത്തത് ഈ 3 എടുക്കാം. 3-ഉമായിട്ട് കണക്റ്റഡ്. 3 2 3 4 3 0. 3 2 3 4 3 0. അടുത്തത് ഈ 4 വേണമെങ്കിൽ എടുക്കാം. 4-ഉമായിട്ട് കണക്റ്റഡ്. 4 3 4 0 4 5. 4 3 4 0 4 5. ഇനി അത് എടുക്കുന്നത് ഒരു റോങ് ഡിസിഷൻ ആയിരുന്നു. കാരണം ഇവിടെ നോക്കുമ്പോൾ അതൊക്കെ കാണാൻ പറ്റും. ഇനി അങ്ങനെ എടുത്തു പോയ ഒരാൾ 4 3 വരച്ചു, 4 5 വരച്ചു, 4 0 വരയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഡാഷ്ഡ് ലൈനെ ഒരു ഡാഷ്ഡ് ലൈൻ ക്രോസ് ചെയ്യില്ലല്ലോ. നമ്മൾ ഹിഡൻ എഡ്ജിൻ്റെ പ്രൊസീജിയറിന് വേണ്ടിയാണ് ഇത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഡാഷ്ഡ് ലൈൻ ഇവിടെ വരയ്ക്കേണ്ടതില്ല. തിക്ക് ലൈൻ തന്നെയാണ് വരേണ്ടത്. കാരണം ഡാഷിനെ തിക്കേ ക്രോസ് ചെയ്യുള്ളൂ, കണ്ടിന്യൂസ് ലൈനെ ക്രോസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഞാനത് ഡ്രോപ്പ് ചെയ്യുകയാണ്. അത് സ്റ്റെപ്പ് 3-ൽ കണ്ടെത്തി വരയ്ക്കേണ്ട ലൈനാണ്. സ്റ്റെപ്പ് 3-ലേക്ക് പോവാം. സ്റ്റെപ്പ് 3-ൽ മിസ്സിംഗ് എഡ്ജസ് ഐഡൻറ്റിഫൈ ചെയ്യുക. പെൻഡഗണിൻ്റെ ബേസിലുള്ള 5 എഡ്ജസ് ആദ്യം വേണം. 1 2 2 3 3 4 4 5 5 1. 1 2 2 3 3 4 4 5 അവസാനിക്കില്ല. 5-ാമത്തെ എഡ്ജ് 5 1 ആണ്. തുടങ്ങിയടുത്ത് വന്ന് അവസാനിക്കണം. അത് 5 എണ്ണം കൗണ്ട് ചെയ്തു. ഇനി ലാറ്ററൽ എഡ്ജസ് ആണ്. O1 O2 O3 O4 O5. നോക്കുക, O1 O2 O3. ഇപ്പോഴാണ് O4ൻ്റെ ആവശ്യം വരുന്നത്. O4 ഡാഷിനെ കണ്ടിന്യൂസ് തിക്ക് ലൈൻ ക്രോസ് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കുക. O4 വരച്ചു. ഇനി O5, അതും ഡാഷിനെ കണ്ടിന്യൂസ് തിക്ക് ലൈൻ ക്രോസ് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കുക. നോക്കുക, നിങ്ങൾ ഈ ഡ്രോയിങ് വരച്ച് നോക്കുക, ഈ രീതിയിലുള്ള ഒരു റിസൾട്ടാണോ ഉണ്ടാകുന്നത് നോക്കുക. നിങ്ങൾ ആക്യുറേറ്റ് മെഷർമെൻറ്റ്സിലും ഒക്കെയാണ് ചെയ്യുന്നത്. എനിക്ക് ആംഗിൾ മാത്രമാണ് മാക്സിമം മാച്ചിങ് ആയിട്ടുള്ളത്. മെഷർമെൻറ്റ്സൊക്കെ ഞാൻ ഇവിടെ 40 അല്ല, ഇവിടെ എത്രയാണെന്ന് എനിക്ക് അറിയത്തുമില്ല. ഞാൻ വെറുതെ അപ്ലൈ ചെയ്ത ആക്സിസ് ഹൈറ്റ് ആണ്. അത് മെയിൻറ്റെയിൻ ചെയ്തെന്ന് മാത്രം മുന്നോട്ടുള്ള ഡ്രോയിങ്. അപ്പോൾ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്, ഇവിടെ ഒരു 5 ആംഗിൾ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്തു, 45 ഡിഗ്രി. ഇവിടെ ഒരു തീറ്റ ആംഗിൾ നമ്മൾ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാതെ ആൽഫ ആംഗിൾ കണ്ടെത്തിയിട്ട് ആൽഫ ആംഗിളാണ് അപ്ലൈ ചെയ്തത്. അതിനെ റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡ് ഉപയോഗിച്ചു. ആവശ്യമുള്ളവർ വീണ്ടും റീവൈൻഡ് ചെയ്ത് ആ ഒരു സ്റ്റെപ്പും പ്രൊസീജിയറും മനസ്സിലാക്കുക. ഒരു കോണിൻ്റെ പ്രോബ്ലത്തിൽ ടോപ്പ് വ്യൂവിൽ സ്റ്റാർട്ട് ചെയ്ത് തീറ്റ ആംഗിൾ അപ്ലൈ ചെയ്ത് 5 ആംഗിളിലെത്തി. 5 ആംഗിളിന് അപ്പാരൻ്റ് ആംഗിൾ ബീറ്റ അപ്ലൈ ചെയ്തുകൊണ്ട് ഫിനിഷ് ചെയ്തു. ഇതൊരു പെൻഡഗണൽ പിരമിഡിൻ്റെ പ്രോബ്ലത്തിൽ നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ സ്റ്റാർട്ട് ചെയ്ത് ടോപ്പ് വ്യൂ വരച്ച് ടോപ്പ് വ്യൂവിൽ 5 ആംഗിൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് തീറ്റ ആംഗിളിൻ്റെ അപ്പാരൻ്റ് ആംഗിൾ ആൽഫ അപ്ലൈ ചെയ്തുകൊണ്ട് ഫൈനൽ ഡ്രോയിങ്ങിലെത്തി. 2 രീതിയിലും ഞാൻ ഈ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ്, ആ ഒരു തിയറി കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. കൂടുതൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസൊക്കെ ട്രൈ ചെയ്യുക. വീഡിയോസൊക്കെ ഞാൻ കുറേ ഷെയർ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നോക്കുക. അഡീഷണൽ ഹെൽപ്പ് വേണമെങ്കിൽ എന്നെ വിളിക്കുക, ക്വസ്റ്റ്യൻ തരിക. ഞാൻ ഇതുപോലെ സോൾവ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം.